എനിക്കു നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. ഓ, പരിഭ്രമിക്കാൻ ഒന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം എഴുതില്ല. ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാനാവാതെ വെറുതെ എനിക്കു നിങ്ങളെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന പ്രഹേളികയ്ക്ക് ഇങ്ങനെയൊരു അർത്ഥമുണ്ടെന്ന് അടയാളപ്പെടുത്തിയ ടിയുടെ നോവലാണ് മഞ്ഞ്. മടുപ്പില്ലാതെ എത്ര ആവർത്തി വേണമെങ്കിലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വായിക്കാനെടുക്കാവുന്ന ഒരു പുസ്തകം. വാക്കുകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു നോവൽ. വിമല എന്ന കഥാപാത്രത്തിലൂടെയാണ് മഞ്ഞു വായനക്കാരെ വന്നു പൊതിയുന്നത്. കുളിർക്കാറ്റുപോലെ മെല്ലെ തൊട്ട് ഹൃദയാന്തരങ്ങളിൽ ഒരു മഞ്ഞുമഴ പെയ്യിക്കുന്ന ഏറ്റവും മനോഹരമായ രചന. വിമല 9 വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ സുധീർ കുമാറിനെ കാത്തിരിക്കുന്ന കഥയാണിത്. യാദൃച്ഛികമായി പ്രണയത്തിലായ കഥാനായികയുടെ ഏകാന്ത ജീവിതം, അയാളുടെ സിഗരറ്റ് മണത്തെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച മധുരമായ സംഗമത്തെ അവൾ ഓർത്ത് കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിന്റെ ഫലം എന്തുമാവട്ടെ, കാത്തിരിപ്പ് പ്രണയമായി മാത്രമല്ല ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. പിതാവായ ഖോരസാഹിബിനെ ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ബുദ്ധു, നിറം മങ്ങിയ ഒരു ചിത്രവുമായി, വെള്ളാരം കണ്ണുകളും ചെമ്പൻ മുടിയും മുഖത്ത് പുള്ളിക്കുത്തുകളുമുള്ള ആ 18കാരൻ കാത്തിരിപ്പിന്റെ മറ്റൊരടയാളമാവുകയാണ്. അദൃശ്യമായി ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രണയത്തിന്റെ തീവ്രതയും കാത്തിരിപ്പിന്റെ വേദനയും ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊരനുഭവമാണ്. വായനയിലല്ല, കഥാപാത്രത്തോടൊപ്പം ജീവിതസഞ്ചാരം നടത്താൻ കഴിയുന്ന നോവൽ. വരും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ ജീവിതം. മനസ്സിനെ തണുപ്പിക്കുന്ന മഞ്ഞ് അല്ലല്ലോ ഇത്. മനസ്സിനെയും പൂർണ്ണമായും മൂടിപ്പുതയുന്ന വിഷാദത്തിന്റെ മഞ്ഞ് എന്ന് വായനയുടെ ഓരോ ഘട്ടത്തിലും ചിന്തിക്കും. സുധീർ കുമാർ സമ്മാനിച്ച സ്വെറ്റർ കൊണ്ട് മാത്രം രക്ഷ നേടാവുന്ന വിഷാദത്തിന്റെ മഞ്ഞുകാലമായിട്ട് മാത്രമാണ് നമുക്കിതിനെ സൂചിപ്പിക്കാനാവുക. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ കുറിച്ചിട്ടത് നോക്കൂ. അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണതയുമുള്ള ഒരു ഭാവഗാനം. ഭൂതകാലത്തിന്റെ ശബ്ദങ്ങളും വർണ്ണങ്ങളും വർത്തമാനത്തിലേക്ക് തിരിച്ചു വരുന്ന കവിത. മനസ്സിന്റെ താഴ്വരയിൽ ഉരുകി ഉറയുന്ന മഞ്ഞുകട്ടയുടെ അനുഭവം. കാലത്തിന്റെ ചലനത്തിലും നിശ്ചലതയിലും കാത്തിരിക്കുന്ന മനുഷ്യരും പ്രകൃതിയും. എത്ര മനോഹരം, എന്തുമാത്രം ഭംഗിയാണ് ഈ വാക്കുകൾക്ക്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ടിയെ വായനക്കാർ ഒരേ മനസ്സോടെ വായിക്കുമെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാനാകും.